അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, ഈ കിനാലൂരിലെ KSIDCയുടെ സ്ഥലം 2022 3 വർഷങ്ങൾക്ക് മുൻപ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറി പ്രദേശത്ത് സാമൂഹിക ആഘാത പഠനം നടത്തിയോ എന്നൊരു ചോദ്യം വിവരാവകാശമായി ഒരാൾ നൽകുന്നു. മറുപടി എന്താണെന്നറിയോ? ഇല്ല എന്നാണ്. പിന്നെ എന്തർത്ഥത്തിലാണ് എല്ലാം ഞങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും 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 ആളെ പറ്റിക്കുന്നത്? ഞാൻ ആദ്യം അവർ പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞത് കേന്ദ്രം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ മെഡിക്കൽ കോളേജ് അനുവദിച്ചാൽ അത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകണം, മറ്റാരെങ്കിലും പെറ്റീഷൻ ഇട്ടാൽ അങ്ങോട്ടും കൊണ്ടുപോകണമെന്ന് പറയാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നോംസ് പാലിക്കുന്നതിനൊക്കെ ഡയറക്ഷൻ കൊടുക്കാം. അല്ല, ഇന്ന സ്ഥലത്ത് എറണാകുളത്ത് തുടങ്ങണം അല്ലെങ്കിൽ HMDയുടെ സ്ഥലത്ത് തുടങ്ങണം എന്നൊന്നും പറയാൻ ഹൈക്കോടതിക്ക് പറ്റില്ല. അത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് എവിടെ സ്ഥലം അനുവദിക്കണം, എവിടെ ഈ എയിംസ് അനുവദിക്കണം എന്നൊക്കെ. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സാധനത്തിന്റെ ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്ട് ഒക്കെ പഠിക്കാൻ ഈ സ്ഥലങ്ങളെ സംബന്ധിച്ച് ആ ഒരു പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അലട്ടുന്ന സ്ഥലമല്ല. ഇക്കോളജിക്കൽ ഇമ്പാക്ട് പഠിക്കണമെന്നാണ് എല്ലാ കാര്യങ്ങളിലും വൻകിട സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിനകത്തുണ്ടാകാവുന്ന സാമൂഹ്യമായ ആഘാതങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തന്നെയാണ്. അത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നും വലുതായിട്ട് പഠിപ്പ് നടന്നിട്ടില്ല. പക്ഷേ HMD ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നേരത്തെയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നതാണ്. പിന്നെ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണനയെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ഏറ്റവും അവസാനമായിട്ടുണ്ടായ ഒരു സംഭവമാണ് വയനാട്. ആ വയനാട്ടിലേക്ക് ഞങ്ങൾ 1500 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് നഷ്ടപരിഹാരം. അന്ന് പറഞ്ഞെന്തറിയോ? നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ SDRF-ൽ പൈസ ഉണ്ട്, അത് തീരായിക്കോളാം. പറഞ്ഞെന്താ? SDRF-ലേക്ക് NDRF-ൽ നിന്ന് 25% പൈസ എല്ലാ സ്റ്റേറ്റും അനുവദിക്കും. 75% സ്റ്റേറ്റ് ഗവൺമെന്റും 25% സെൻട്രൽ ഗവൺമെന്റുമാണ്. അതിൽ നടത്തി ചെലവാക്കാൻ പറഞ്ഞു. രണ്ടാമത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പോയ സ്ഥലമാണ്. രണ്ടാമത് 232 കോടി രൂപ അനുവദിച്ചിട്ട് അത് ഘട്ടം ഘട്ടമായി തിരിച്ചടയ്ക്കണം, ഇത്ര നാളിലാണ് ചെലവാക്കണം. ഈ വ്യവസ്ഥകളിലാണ് നമുക്ക് പണം അനുവദിച്ചത്. പക്ഷെ 2024 BJP കർണാടക ഭരിക്കുമ്പോൾ 1543 കോടി രൂപയാണ് ഇതുപോലെ ഡിസാസ്റ്റർ ടൈം അനുവദിച്ചത്. അതൊന്നും തിരിച്ചടയ്ക്കേണ്ടതല്ല. മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ അടച്ചിട്ടുണ്ട്. അവരോട് ആരോട് ഈ പൈസ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നിൽ വെച്ച് 2 ഉപാധി: ഒന്ന്, നിങ്ങൾ SDRF നിർത്തി ചെലവാക്കുക, കേന്ദ്ര ഫണ്ട് അവിടെയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന പൈസ തിരിച്ചടയ്ക്കുക. അപ്പൊ ഇത് ഒരു കാര്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ റെയിൽവേ വികസനം നമുക്ക് എത്രയോ പാതകളുടെ കാര്യം നമ്മൾ പറയുന്നു. ആ റെയിൽവേ വികസനത്തിൽ കേരളത്തിന് മതിയായ അനുകൂലിപ്പ് ഉണ്ടായി. ഇപ്പോഴത്തെ